സംസ്ഥയുടെ 100ാമത്തെ വാർഷിക സമ്മേളനം കാസർഗോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അവർ അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അതിൽ രണ്ട് പ്രമേയങ്ങളാണ്. ഒരു പ്രധാനപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് നബിദിനത്തിന് ആയി ബന്ധപ്പെട്ടിട്ട് 3 ദിവസത്തെ പൊതു അവധി വേണം, പിന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളതാണ്. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് മതരാഷ്ട്രവാദം ഒളിപ്പിച്ചു കടത്തുന്ന വൈകാരിക പ്രകടനങ്ങളിലൂടെയും രാഷ്ട്രീയ ഇസ്ലാം എന്ന അപകടകരമായ ആശയത്തിലൂടെയും മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന മൗദൂദിസ്റ്റ് വിചാരധാരകൾ ഗൗരവതരമായ വെല്ലുവിളിയാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വഴി നടത്തുന്നത് തുടങ്ങിയ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നമുക്ക് ഉള്ളൊരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമസ്തയുടെ ഈ നിലപാട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയില്ലേ? സമസ്ത CPM-ആയിട്ട് അടുപ്പത്തിലായിരുന്നു അല്ലേ? ഇപ്പോൾ അങ്ങനെ അടുപ്പത്തിലല്ല എന്നാണല്ലോ പൊതുവെ വാർത്തകൾ വരുന്നത്. അപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരു സംഘമായിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് അടുത്ത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ഒരു സംഘമായി സമസ്ത മാറിക്കഴിഞ്ഞു. അത് CPM-ന് രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ സമസ്ത അങ്ങനെ മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്ന സമയത്ത് തന്നെ സമസ്തയുടെ ഒരു ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ അത് ആഗ്രഹിക്കും. ആ ഐഡൻറ്റിറ്റിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഘടനയല്ല. അത് ഇന്ത്യയിൽ എല്ലാം എടുത്തുകൊണ്ട് അത് ഇന്ത്യക്ക് പുറത്തുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ശരിയല്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു ആഗോള സംഘടനയാണ്. അവർക്ക് ഒരു ആഗോള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് മതത്തിൽ കേന്ദ്രീകരിച്ച മതവാദ രാഷ്ട്രത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് മതവാദം. എന്നുവെച്ചാൽ അവർക്ക് ഇന്ത്യയിൽ ഭരണം ലഭിച്ചാൽ, അവർ ഇന്ത്യയിൽ ഭരണം ലഭിച്ചില്ലെങ്കിലും ഇന്ത്യൻ ഭരണഘടനയെ അവർ അംഗീകരിക്കാൻ തയ്യാറില്ല. ഇന്ത്യൻ ഭരണഘടന അവർ അംഗീകരിക്കില്ല. അവർ മതത്തിൽ സൃഷ്ടിക്കപ്പെട്ട, മതം സൃഷ്ടിക്കുന്ന നിയമങ്ങളെ മാത്രമേ അനുസരിക്കുള്ളൂ. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ അടിസ്ഥാനപരമായി നമ്മളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ ഭരണഘടനയെ വെച്ച്. അതുകൊണ്ട് നമ്മൾ ഭരണഘടന ഉയർത്തിയിട്ടാണ് ഓരോരോ പ്രശ്നങ്ങളും പരിഹരിക്കാനും അതേപോലെ തന്നെ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയാണ് നമ്മുടെ ആയുധം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇന്ത്യയുടെ ജീവിതത്തെ സുരക്ഷിതമായിട്ട് നിർത്തുന്നത് ഈ ഭരണഘടനയുടെ സംവിധാനം. അത് അംഗീകരിക്കുന്ന സമസ്ത ജമാഅത്തെ ഇസ്ലാമി തയ്യാറല്ല. അതാണ് സമസ്ത കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നത്. വി.ഡി. സതീശൻ എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പിടിക്കുന്നത് നമുക്കറിയില്ല. മതേതര നിലപാടുണ്ട് എന്ന് പറയുന്ന ഒരാൾ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ല, വി.ഡി. സതീശന്റെ മറ്റ് മേന്മകളെല്ലാം ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് യഥാർത്ഥത്തിൽ ചോർന്നു പോകുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. ചോർന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് അവരെ കെട്ടിപ്പിടിച്ച് നടക്കേണ്ടായത്. അവരെ വിടുക, അവരവരെ പാട്ടിന് പോട്ടെ. അവരെ കൊണ്ട് ഇവർക്ക് ജയിക്കാനും തോക്കാനും പറ്റില്ല. അപ്പോൾ ആവശ്യമില്ലാതെ സ്വന്തം നിലപാട് അപകടത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് വി.ഡി. സതീശൻ അക്കാര്യത്തിലൂടെ ചെയ്യുന്നത്. അത് തിരുത്തുമായിരിക്കും ആദ്യം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം മതേതര നിലപാട് പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല. ഇവർ സതീശൻ പറയുന്ന കാര്യം പ്രവർത്തിക്കുന്ന സംഘടനയല്ല. ആ സംഘടന പറയുന്നതനുസരിച്ച് സതീശൻ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. അതല്ലാതെ ആ സംഘടനയെ സതീശന് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അതൊരു ആഗോള സംവിധാനമാണ്. ബംഗ്ലാദേശിൽ ഇരുന്ന് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങളും അതേപോലെ തന്നെ ഇന്ത്യയിൽ ഉള്ള ഇന്ത്യൻ വംശീയരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെയൊക്കെ തെരുവിലേക്ക് ഓടിച്ചിട്ട് തല്ലി കൊല്ലുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അതിനെ നിസ്സാരവൽക്കരിച്ച് താൻ എപ്പോഴോ പറഞ്ഞു പോയ ഒരു കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. അതാണ് അതിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. നമുക്ക് തിരിച്ചു വന്നാൽ സമസ്ത മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മലപ്പുറം വിഭജിക്കുക എന്ന് പറയുന്നത് എന്തിന്?
അല്ല, അവിടെ അത്രയും ജനസംഖ്യയുണ്ട്. ഉം. അപ്പൊ കൃത്യമായിട്ട് സുഖകരമായിട്ട് ഭരിക്കാനുള്ള ഉം. ഒരു സാധ്യതയുണ്ടല്ലോ. അതനുസരിച്ചിട്ട് വേറൊരു ജില്ലയായിട്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതെ, അങ്ങനത്തെ ഒരു നിർദ്ദേശം അവർ വെച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പഴിയാറേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഭരണകൂടത്തിൻ്റെ ഇതിപ്പോൾ അങ്ങനെ പലരും ഇത് ശരിയാണല്ലോ, സൗകര്യം അതാണല്ലോ ഉദ്ദേശിക്കുന്നത്, ഭരണ സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് ഹൈബി ഈഡൻ പറഞ്ഞു കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയിലാക്കണം. കേട്ടിരുന്നു? അല്ലേ? അങ്ങനെ കൊച്ചിയിലാക്കണം എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശരിയല്ലേ, ഭരണ സൗകര്യത്തിന് അതല്ലേ നല്ലേ, കേന്ദ്രത്തിൻ്റെ നടുവ്. ഇതൊക്കെ പക്ഷേ അപ്രായോഗികയും അതേപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള സജഷൻസാണ്. അതുമാതിരിയാണ് നമ്മൾ ഈ മലപ്പുറം ജില്ല വിഭജിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെയും കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറത്ത് കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മലപ്പുറം, വയനാട് ജനസംഖ്യ വളരെ കുറവല്ലേ, അല്ലേ? മലപ്പുറത്തിൻ്റെ കുറേ ഭാഗം വയനാടിൻ്റെ കൂടെ ചേർക്ക്. അതൊരു നിർദ്ദേശമാണല്ലോ, വേണമെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണല്ലോ. ഇവിടെ ജനസംഖ്യ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. വിഭജിച്ചാലുണ്ടാകുന്ന അപകടം എന്താ? അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടോ? വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയ പ്രശ്നം നമുക്ക് രണ്ടാമത് പറയാം. ആദ്യം ഭരണപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ജില്ല നിർമ്മിക്കുക എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത സർക്കാരിലുണ്ടാക്കുന്ന. അതിന് പ്രത്യേക ജില്ലാ ഭരണകൂടം ഉണ്ടാവണമല്ലോ, വേണ്ടേ? അതിനുവേണ്ടി എത്രയോ കോടികളാണ് ചെലവഴിക്കുന്നത് ഓരോ ജില്ലയ്ക്കും വേണ്ടി. ജില്ലാ കളക്ടർ തുടങ്ങി അങ്ങോട്ട് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറും. രണ്ടാമത്, ഇവരെല്ലാം പറയുന്ന ഒരു മതമുണ്ടല്ലോ, മതരാഷ്ട്രീയം, മുസ്ലിം മതം എന്ന് പറയുന്ന സംഭവം. അങ്ങനെ അത് രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതെന്നാണ്, മുസ്ലിങ്ങൾക്ക് രണ്ട് ജില്ല, ഒരു ജില്ല ഉണ്ടായ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നമായി. അത് ശങ്കരൻ നമ്പൂതിരിപ്പാടും CPM കൂടി ഉണ്ടാക്കി കൊടുത്തതാണെന്ത് ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഒരുപാട് പഴി കേൾക്കുന്ന ഒരു സ്ഥിതിയാണ്. രണ്ടെണ്ണം ആയിക്കഴിഞ്ഞാൽ എന്നാണ് രണ്ട് മുസ്ലിം ജില്ല എന്ന നിലക്ക് വരുന്നു. ഈ മുസ്ലിം ജില്ലകളിലെ ഭരണ സംവിധാനങ്ങളൊക്കെ ഈ മുസ്ലിം ലീഗും അതുപോലെ മുസ്ലിങ്ങളെ കൂടി തീരുമാനിക്കുന്ന തരത്തിലാണ്. അങ്ങനെ കേരളത്തിൽ ഒരു വിഭജനത്തിൻ്റെ പാത നിർമ്മിക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയാണ് കേരളം നിൽക്കേണ്ടത്. ശരി, അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും നിലനിൽക്കുമ്പോൾ, രണ്ടും പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. ഇനി എന്താണ്, ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അല്ലേ, ജില്ലാ വിഭജനം കഴിഞ്ഞ് പിന്നെന്താണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം എന്ന് പറയുന്നത്, നബിദിനം 3 ദിവസം പൊതു അവധി. കേരളം ഉണ്ടായിട്ട് ഒരുപാട് കാലമായി അല്ലേ. നബിദിനത്തിന് ഒഴിവ് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ 1 ദിവസം, ചിലപ്പോൾ 2 ദിവസം. 2 ദിവസം ഇല്ലെന്ന് തോന്നുന്നു, അതിന് 1 ദിവസമാണ്. ഈ 3 ദിവസം എന്തിനാണ് ഇവർ ആവശ്യപ്പെടുന്നത്? പൊതു അവധിയാണ് വേണ്ടത്. പൊതു അവധി അതെന്തിനാണ് ആവശ്യപ്പെടുന്നത് ചോദിക്കാലോ. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് മതിയാകുന്നില്ല, പര്യാപ്തമാകുന്നില്ല. പല വീടുകളിൽ പോകാനുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരെവിടെയെങ്കിലുമൊക്കെ പോട്ടെ. അതിന് പൊതുവധി, ഇങ്ങനെ പൊതു അവധികൾ നമ്മൾ കൊടുക്കുമ്പോൾ പൊതു അവധികൾക്ക് തന്നെ പരിമിതികൾ വളരെ കൂടുതലാണ്. കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അതാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത്. ആയിക്കോട്ടെ, അതിനെന്താണ് 3 ദിവസം എന്തിനാണ് നബിദിനം ആഘോഷിക്കാനായിട്ട് ഇവരെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതല്ലേ പ്രശ്നം. ഇതുമാതിരി എല്ലാ മതത്തിൻ്റെയും നേതാക്കൾ നബി എവിടെയോ ജനിച്ച ഒരാളാണ്, കേരളത്തിൽ ജനിച്ച ഒരാൾ പോലുമല്ല. കേരളത്തിൽ ജനിച്ച ഒരുപാട് മത നേതാക്കളുണ്ട്, എല്ലാ മതങ്ങൾക്കും ഉണ്ട്. അവർക്കൊക്കെ ഈ ജന്മദിനം ആഘോഷിക്കാനായിട്ട് പൊതുവധികൾ പ്രഖ്യാപിച്ചാൽ എല്ലാ ദിവസവും വെക്കാതും പൊതുവധിയായി മാറും അല്ലേ. ഇത് ആഗോളതലത്തിൽ ഉള്ള ഒരാഘോഷം എന്ന നിലക്ക് കേരളം അതിൻ്റെ കൂടെ നിൽക്കുകയും നബിദിനം പൊതുവധിയായിട്ട് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഇവരുടെ സമ്മർദ്ദം ശക്തമായി വരുമ്പോൾ ബാക്കിയുള്ള മതങ്ങൾക്കും ആ സമ്മർദ്ദത്തിൽ പങ്കാളികളായിട്ട് വരും, അവരും സമ്മർദ്ദമായിട്ട് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ പൊതുവെ മതസമ്മർദ്ദ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റി തീർക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഒരു ഫലം. അതായിരിക്കും ആഫ്റ്റർ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്രമാത്രം
വർഗീയപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു നേരത്തെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രമാത്രം വിഷയങ്ങളാണ്. ശരിയാണ്. നാം കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർഗീയതയാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം. മറ്റ് രാഷ്ട്രീയങ്ങളൊന്നുമില്ല. നോക്കൂ, ഇപ്പം മാഷ് പറഞ്ഞു വരുന്നത് ഇപ്പൊ UDF അധികാരത്തിൽ വരും എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ നിഗമനം. കാരണം അത്രമാത്രം പിണറായിയെ കൊണ്ട് ജനം മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇപ്പൊ സച്ചിദാനന്ദ മാഷൊക്കെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മലപ്പുറം ജില്ലാ വിഭജനം, അതേപോലെ ഈ നബിദിനം 3 ദിവസമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കില്ലേ, അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല? അല്ല, നടപ്പിലാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും അത് നടപ്പിലാക്കാമെന്ന് അവർ ഉറപ്പ് കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ വഴിക്കായിരിക്കും സഞ്ചരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സംഘർഷങ്ങളുണ്ടല്ലോ. അതിന്റെ വഴിക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അത് ലാഭമാക്കാൻ പറ്റുന്ന ഒരു വലിയ ശക്തി ഇവിടെ ഇട്ട് അത് BJP. യഥാർത്ഥത്തിൽ സഹായകരമാവുന്നത് സംഘപരിവാറിനും BJP-ക്കൊക്കെയാണ്. അതെ, ഇതിപ്പോൾ അതുകൊണ്ട് BJP അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് നിലവിൽ ഇപ്പൊ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJP-യുടെ ഒരു താല്പര്യം കൂടി ആയി മാറിത്തീരുന്നു തോന്നുന്നു. അല്ലെ, BJP മിക്കവാറും ഇവരെ ഇനി പ്രേരിപ്പിക്കുന്നുണ്ടാവും. നിങ്ങളിങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കൂ, നമുക്കൊക്കെ ശരിയാക്കാം. അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നബിദിനത്തിൻ്റെ ഒരു ദിവസം പോലുള്ള അവധി പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം ഇതിൻ്റെ കൗണ്ടർ പാർട്ടാണുള്ളത്. ഇവരുടെ അതേ വർഗീയ സ്വഭാവത്തിൻ്റെ മറ്റൊരു വർഗീയ സ്വഭാവമായിട്ടല്ല അത് വരികയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? വളരെ ശക്തവും രൂക്ഷവുമായിട്ടുള്ള രീതിയിലുള്ള മതസംഘർഷ സാധ്യതകൾ വളരും എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ ഇങ്ങനെ വളരും എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറയണമെന്ന് കാര്യമില്ല. അതൊക്കെ അങ്ങനെ വളരാൻ പോവുകയാണ് ചെയ്യുന്നത്. ഒരു കലാപ സാഹചര്യത്തിലേക്കാണ് കേരളം നീങ്ങുന്നത് എന്നുള്ളതാണ്. അല്ല, അങ്ങനെ വരുമല്ലോ. എങ്ങനെ കലാപങ്ങൾ ഉണ്ടാവണം? കാരണം ഒരു ഒരു പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത്. എപ്പോൾ പൊട്ടുമോ നാളെ പൊട്ടുമോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവിടെ അതിനെ ഒന്ന് മയപ്പെടുത്താൻ ഒരു മതേതര സഖ്യം അല്ലെങ്കിൽ മതേതര ചേരിയുടെ അനിവാര്യം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉയരുന്നത്. അല്ല, മതേതര ചേരി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതചേരികളാണ് ശക്തിപ്പെടാനുള്ള സാധ്യത. സംഘപരിവാർ ശക്തിപ്പെടുന്നത് അങ്ങനെയാണ്. ഈ മുസ്ലിം സംഘടനകളൊക്കെ ശക്തിപ്പെടുന്നത് അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെയാണ്. അതിൻ്റെയൊക്കെ ഒരു ഉൽപ്പന്നം കൂടിയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. കുറെ കഴിയുമ്പോൾ എല്ലാവരും കൂടി പറയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാണ് ശരിയെന്ന് പറയും. ഇതിങ്ങനെ മൂത്ത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വിരുദ്ധമായ രീതിയിൽ സംസാരിക്കുന്ന വളരെ സെക്യുലറായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന, സെക്യുലറായിട്ടുള്ള ഒപ്പീനിയൻസ് പുറത്തേക്ക് പറയുന്ന ആളുകൾക്കൊന്നും കേരളത്തിൽ വലിയ പ്രസക്തിയില്ലാത്ത ഒരു സ്ഥിതി വരാൻ സാധ്യത കൂടുതലാണ്. ഈ പോക്ക് അങ്ങനെയാണ് വരുന്നത്. സെക്യുലറിസ്റ്റുകളെ കേരളത്തിൽ നിന്ന് തല്ലി ഓടിക്കും. സെക്യുലറിസത്തിന്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള മത കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ്. ഈ മതാന്തരീക്ഷം ഇങ്ങനെ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ സെക്യുലറിസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ ചിലപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ ആദ്യഘട്ടത്തിൽ മിക്കവാറും സെക്യുലറിസ്റ്റുകൾക്ക് അവരെ തല്ലി ഓടിക്കാൻ സാധ്യതയുണ്ട്, മതവാദികളെല്ലാം കൂടി ചേർത്ത്. പിന്നീട് മതവാദികളുടെ സംഘർഷങ്ങൾ രൂക്ഷമായി കഴിയുമ്പോഴായിരിക്കും സ്വസ്ഥമായി ജീവിക്കണമെന്ന് കരുതുന്ന ആളുകൾ എന്ത് ചെയ്യും? ഈ സെക്യുലർ ഫോഴ്സ് വരട്ടെ എന്ന് പറയും. മാത്രമല്ല പക്ഷേ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരു മുമ്പോട്ട് വെച്ച ആശയങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ളൊരു ഈ കലാപ അന്തരീക്ഷത്തിൽ, മതകലാപ അന്തരീക്ഷത്തിൽ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കും. അപ്പോൾ ശരിയായിട്ടുള്ള ഗുരുവിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എന്ന തോന്നലുണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു.